നാട്ടിലെ പ്രശസ്ത വൈദ്യനാണ് ഫിൻ. ഫിന്നിൻ്റെ ചികിത്സ തേടി ദൂരദേശങ്ങളിൽ നിന്നു പോലും ആളുകൾ എത്തുമായിരുന്നു. ഒരു ദിവസം രാത്രിയിൽ ഒരു കുഞ്ഞു മനുഷ്യൻ അയാളെ വിളിച്ചുണർത്തി. ദയവായി എൻ്റെ കൂടെ വരാമോ, ഞങ്ങളുടെ രാജകുമാരിക്ക് തീരെ വയ്യ, കുഞ്ഞു മനുഷ്യൻ പറഞ്ഞു. ഫിൻ അകത്തേക്ക് പോയി മരുന്നു സഞ്ചിയുമായി മടങ്ങി വന്നു. എന്നിട്ട് കുഞ്ഞു മനുഷ്യനോടൊപ്പം യാത്ര തുടങ്ങി. കുഞ്ഞു മനുഷ്യൻ്റെ വിളക്കിൻ്റെ വെട്ടം മാത്രമേ ഫിന്നിന് കാണാൻ കഴിഞ്ഞുള്ളൂ. കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം അവർ ഒരു മരക്കൂട്ടത്തിനുള്ളിലേക്ക് കയറി. അവിടെ കണ്ട കാഴ്ച ഫിന്നിനെ അത്ഭുതപ്പെടുത്തി. അതിമനോഹരമായ ഒരു കൊട്ടാരം. രാജകുമാരിയുടെ മുറിയിലേക്ക് കുഞ്ഞു മനുഷ്യൻ ഫിന്നിനെ കൂട്ടിക്കൊണ്ടുപോയി. ഫിൻ കൊടുത്ത മരുന്ന് കഴിച്ചപ്പോഴേക്കും രാജകുമാരിയുടെ അസുഖം മാറി. രാജകുമാരിയുടെ അസുഖം മാറിയ സന്തോഷത്തിൽ കുഞ്ഞു മനുഷ്യർ ഫിന്നിനൊരു വിരുന്നൊരുക്കി. പാട്ടും നൃത്തവുമൊക്കെയായി അവർ ഫിന്നിനെ യാത്രയാക്കി. ഫിന്നിനെ കൂട്ടിക്കൊണ്ടുവന്ന കുഞ്ഞു മനുഷ്യൻ തന്നെയാണ് തിരിച്ചും ഫിന്നിന് വഴികാട്ടിയത്. വീടെത്താറായപ്പോൾ കുഞ്ഞു മനുഷ്യൻ ഒരു സഞ്ചി എടുത്ത് ഫിന്നിൻ്റെ കയ്യിൽ കൊടുത്തു. വീട്ടിലെത്തിയിട്ട് മാത്രം ഈ സഞ്ചി തുറന്നാൽ മതി, അത്രയും പറഞ്ഞിട്ട് കുഞ്ഞു മനുഷ്യൻ തിരികെ പോയി. എന്നാൽ ആകാംക്ഷ അടക്കാനാവാതെ ഫിൻ സഞ്ചി തുറന്നു. ഇത് നിറയെ കല്ലുകളാണല്ലോ. അവൻ സഞ്ചി കുടഞ്ഞ് കല്ലുകൾ മുഴുവനും താഴെയിട്ടു. കുഞ്ഞു മനുഷ്യരുടെ ഓർമ്മയ്ക്കായി അവൻ കുറച്ച് കല്ലുകൾ മാത്രം കയ്യിലെടുത്തു. വൈകാതെ അവൻ വീട്ടിലേക്ക് മടങ്ങി. രാവിലെ ഫിന്നിനെ കാണാനെത്തിയ സുഹൃത്ത് കല്ലുകൾ കണ്ട് ഞെട്ടി. ഫിൻ, നിനക്ക് ഇതെവിടെ നിന്ന് കിട്ടി? വിലമതിക്കാനാവാത്ത കരിം ചുവപ്പ് മാണിക്യക്കല്ലാണിത്. അത് കേട്ട ഫിൻ അത്ഭുതത്തോടെ കല്ലുകളെ നോക്കി. അവൻ വേഗം സുഹൃത്തിനോടൊപ്പം തലേന്ന് കല്ലുകൾ കളഞ്ഞ വഴിയിലെത്തി. അവിടെ എല്ലാം തിരഞ്ഞു, എന്നാൽ ഒന്നുപോലും കണ്ടെത്താനായില്ല. തനിക്ക് പറ്റിയ മണ്ടത്തരം ഓർത്ത് ഫിൻ വീട്ടിലേക്ക് തിരിച്ചു നടന്നു.